ഒരു ഓംലെറ്റ് ഉണ്ടാക്കുക. അതിൻ്റെ കൂടെ ഒരു കഥ ഞാൻ പറയാം. ഈ ഓംലെറ്റ് എന്നാണോ ഓംലെറ്റ് എന്നാണോ എന്താ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടേ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒന്നും പറയണ്ട, ഇംഗ്ലീഷ് എന്ന് പറയുന്ന സാധനം എൻ്റെ പൊന്നോ, അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ പേടിയാണ്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എന്ന് ഈ വെക്കേഷനൊക്കെ അങ്ങ് ഭയങ്കര ട്യൂഷൻ സെൻ്ററിൽ അങ്ങ് ഇംഗ്ലീഷ് പഠിപ്പീര് തന്നെ. എന്തുവാ രാവിലെ ചെല്ലുമ്പോഴത്തേനും എന്തൊക്കെ ഓർമ്മ എഴുതി അങ്ങ് ഇടും ബോർഡിലോട്ട്. എന്നിട്ട് അതിനകത്ത് പിന്നെ നമ്മൾ തരംതിരിച്ച് നമുക്ക് മനസ്സിലാക്കണം വെർബ് ഏത്, നൗൺ ഏത്. സത്യം പറഞ്ഞാൽ അത് വായിച്ചാൽ മനസ്സിലാകത്തില്ല ഇതിനകത്ത് ഏതാണ് ഇനി വെർബ്, ഏതാണ് ഇനി നൗണ്. കറക്കി കുത്തി ഒരു വെർബങ്ങ് തീരുമാനിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിനെ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി +ING ഫോം ഓഫ് ദ വെർബ്. എനിക്കൊന്നും പറയണം, ഇതങ്ങോട്ട് കേൾക്കും തോറും നമ്മൾ എല്ലാം ഒരേപോലെ ഫുൾ അടഞ്ഞത്യായി ഒന്നും പറയണ്ട. അയ്യോ, അതുകൊണ്ട് ഇംഗ്ലീഷിന് ഭയങ്കര മെച്ചമായിരുന്നുണ്ട്. ഉള്ളത് പറയാം, ഒരു കുന്തും അറിയത്തില്ല. ഇപ്പം ഏതാണ്ടൊക്കെയില്ല പറക്കി വെച്ച് ദിസ് ഈസ് എ പൂ, ദിസ് ഈസ് എ കാ, അത്രത്തോളം ആയിട്ടുണ്ട്. അല്ല, ഈ പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ച സാറന്മാരുടെ കഴിവുകേടുകളോ കുറവുകളോ ഒന്നും അല്ല കേട്ടോ, നമ്മുടെ കഴിവുകേടിനെയാണ് ഈ പറഞ്ഞത്. നമുക്കത് പഠിച്ചാൽ തലയിൽ കയറുന്നില്ല. കാര്യം ഇംഗ്ലീഷ് കാണുമ്പോഴേ നമുക്ക് ഏതാണ്ട് ഇനി കയറി വരും. അപ്പോൾ നമുക്ക് ചെറിയൊരു പാത്രം അങ്ങോട്ട് വെച്ച് 2 തുള്ളി വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് അതൊന്ന് ചൂടാക്കി നേരത്തെ അടിച്ചു വെച്ച മുട്ടയിൽ 2 മുട്ടയും ഇത്തിരി ഉപ്പും സവാളയും 2-3 പച്ചമുളകും, ഇത്രയും സാധനം മാത്രമേ ഉള്ളൂ. ഈ ഓംലെറ്റ് ഉണ്ടാക്കുന്ന കഥ വരാൻ കാര്യം ചുമ്മാ ഒരു രസത്തിനിടുന്ന വീഡിയോയാ. തിമ്മൻ്റെ വക എന്തെങ്കിലും കിടക്കട്ടെ എന്ന് വിചാരിച്ചാ. പണ്ട് നമ്മൾ നാട്ടിലൊക്കെ പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ മുട്ടയൊക്കെ ഈ പറഞ്ഞ ഓംലെറ്റൊക്കെ ഉണ്ടാക്കി തരുന്നത് എങ്ങനെയായിരുന്നു? നമ്മുടെ വീട്ടിലൊക്കെ ഇച്ചിരി പിന്നെ ചിലപ്പോൾ പച്ചവെള്ളമൊന്നും കാണത്തില്ല. അപ്പം 2 വറ്റൽവെള്ളവും പൊട്ടിച്ചിട്ട് ഇത്തിരി തേങ്ങയും തിരുവിയിട്ട് ഉപ്പുമിട്ട് പിന്നെ നല്ലപോലെ കലക്കി മുട്ടയും പൊട്ടിച്ചൊഴിച്ച് നല്ലപോലെ കലക്കി, അതിനൊരു ടേസ്റ്റ് തന്നെയായിരുന്നു. ആ ചൂട് തേങ്ങയൊക്കെ അങ്ങോട്ടാകുമ്പോഴേ അല്ലാത്ത ടേസ്റ്റ്. പക്ഷെ ഇപ്പം തേങ്ങ ഇടുന്ന പരിപാടിയേ ഇല്ല, കാണാറുമില്ല. ഇങ്ങനെ മുട്ട കിടക്കുന്ന കാണുമ്പോഴേ ഒരഴകല്ലേ. പക്ഷേ തിരിച്ചിടാൻ നേരത്തെ എങ്ങനെയിട്ട് തിരിച്ചിട്ടാലും ചിലപ്പോൾ അതിൻ്റെ സൈഡും വക്കും എല്ലാം പൊട്ടിപ്പോകും. ഇന്നെന്തായാലും നല്ലപോലെ ഒന്ന് തിരിച്ച് പൊളിച്ചിട്ടണം, ഉഷാറായിട്ട് തിരിഞ്ഞ് വീഴുമോ നോക്കാം. ഇങ്ങോട്ട് കുച്ചാര ഉണ്ടല്ലോ, ഞാനിന്ന് തിരിക്കും മോനെ, ഈ പടിയും ചാടി കിടന്നവനാണ്. അങ്ങനെ പറ്റി. അങ്ങനെ നമ്മുടെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, ചെറിയ ലൈറ്റായിട്ടുള്ളൊരു പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് നോക്കാം. കണ്ടോ, ഒരു ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ, ഒരു ഓംലെറ്റ്, 2-3 ചിക്കൻ ഫ്രൈ പീസസ്, കുറച്ച് കുക്കുംബർ, ഒരു ക്യാരറ്റ്. നാളെ അങ്ങനെ വീണ്ടും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ചെറിയ വിശേഷങ്ങളുമായിട്ട് നമ്മുടെ പുതിയ യാത്ര തുടങ്ങാം. അപ്പം ദിമ്മൻ്റെ ചങ്കുകൾ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. താങ്ക് യു.